വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് മൊത്തം പുറത്തേക്ക് പോകുന്നു ചേച്ചി, അല്ലെങ്കിൽ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രഗ്നൻസി ആകുന്നില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും ഈസിയും ഒക്കെ ആയിട്ടുള്ള ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഹോം IUIനെ പറ്റിയിട്ടാണ്. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഇൻസെമിനേഷൻ നമുക്ക് വജേനയുടെ അകത്ത് നടത്തുന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് പ്രോസസ്സ് എന്നും അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് പ്രിപ്പയർ ആകണമെന്നും നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതിനോടകം ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കാം കേട്ടോ. അതിൽ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തൊക്കെ ടിപ്സാണ് ഫോളോ ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറഞ്ഞിരിക്കുന്ന ടിപ്സ് ഒക്കെയും തന്നെ. ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം നമ്മുടെ ലുള്ള ടിപ്സും അതുപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് അതുമൂലം നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. ഇനി ഹോം IUI, നമ്മൾ സാധാരണ പല സിറ്റുവേഷനിലും പലരും ഹോം IUIയും അതുപോലെ പുറത്ത് പോയിട്ടും IUI ചെയ്യാറുണ്ട്. അതായത് ഒരുപാട് നാളുകൾ ഡോക്ടർ ലെട്രസോളിൻ്റെ മെഡിസിൻ ഒക്കെ തരുന്നുണ്ട്. ഓവുലേഷനൊക്കെ ഉണ്ടായിട്ടും അതൊന്ന് വർക്കൗട്ട് ആവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു വർക്കൗട്ട് ആകുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് IUI ചെയ്യുന്നവരുണ്ട്. ഹസ്ബൻഡിൻ്റെ സെമന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് IUI ചെയ്യുന്നവരുണ്ട്. നോർമലി ഇങ്ങനെയൊക്കെയുള്ള പ്രോസസ്സിലാണ് IUI ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യാറ്. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ട്യൂബിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയുന്നതിന് മുൻപ് തന്നെ ഡോക്ടേഴ്സ് IUI ചെയ്ത് നോക്കാനായിട്ട് പറയും. കുറഞ്ഞത് റേറ്റ് വളരെയധികം കുറവായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ IUI എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ IUI ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ IUI ചെയ്യുന്നത് പലപ്പോഴും പല കാറ്റഗറിയിൽ പെടുന്നവരായിരിക്കും. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഓവുലേഷൻ ഡേയ്സിൽ ഭയങ്കര ടെൻഷൻ അനുഭവിക്കുന്ന ആളുകൾ, അതായത് റിസൾട്ട് എന്താകുമെന്ന് ആലോചിച്ച് ആ ഒരു ടെൻഷൻ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിക്ക് ടെൻഷനോ ഡിപ്രഷനോ ഒക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ആ ഒരു പ്രോസസ്സ്, ഫിസിക്കൽ കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എൻജോയബിൾ ആവണമെന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ പ്രിഫർ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തൊക്കെയും തന്നെ വജൈല ഡ്രൈനെസ് ആണ് ഉണ്ടാകുന്നത്. ഒരു തരത്തിലുള്ള ലൂബ്രിക്കേഷനോ വജൈല ഡിസ്ചാർജോ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ അങ്ങനെ സിറ്റുവേഷനുള്ള ആളുകൾക്കും ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. മൂന്നാമതായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടി പോകുന്നവർക്കും IUI ഓപ്റ്റ് ചെയ്യാം. ചില ആളുകൾക്കൊക്കെ ഈ ഡ്രൈനെസ് കൊണ്ട് കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, അത് ചെയ്യണമല്ലോ എന്നുള്ള പറയുന്ന രീതിക്ക് കഷ്ടപ്പെട്ട് ആ വേദന സഹിച്ച് കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ ഇങ്ങനെ സിറ്റുവേഷനിൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും ആ ഒരു പ്രോസസ്സ് സ്ത്രീകൾക്ക് ഒട്ടും തന്നെ എൻജോയബിൾ ആവില്ല. അവരുടെ മൈൻഡ് ഒട്ടും തന്നെ റിലാക്സ്ഡ് ആവില്ല. സ്ത്രീകൾ എൻജോയബിൾ ആകുന്ന സമയത്തും മൈൻഡ് റിലാക്സ്ഡ് ആവുന്ന സമയത്തും ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് അകത്തേക്ക് പ്രവേശിക്കുന്ന സമയം കിട്ടുന്നുണ്ട്. അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കി എടുക്കുന്നതിന് നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആക്കി വെക്കുന്നത് ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെയിൻഫുൾ ആയിട്ട് തോന്നുന്ന ആളുകൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഹോം IUI എന്ന് പറയുന്നത്. നാലാമതായിട്ട് ലീക്കേജിന്റെ ടെൻഷനുള്ള ആളുകൾക്ക്, അതായത് സെർവിക്സിന്റെ അകത്തേക്കാണല്ലോ ഇത് പോകുന്നത്. അപ്പോൾ ഇനി അവിടെ നിന്ന് എത്തിയിട്ടില്ലേ, അല്ലെങ്കിൽ ലീക്കേജ് ആയി മുഴുവനും പോകുന്നുണ്ടല്ലോ, യൂട്രസിനകത്തോട്ട് ഇത് എത്തില്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് വിഷമിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു മെത്തേഡ് ഓപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. സാധാരണയായിട്ട് ഒരുപാട് IUI കിറ്റുകൾ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ചില മെഡിക്കൽ സ്റ്റോഴ്സ് വഴി നമുക്കത് കിട്ടുകയും ചെയ്യും. എന്നാൽ ചില സിറ്റുവേഷനിൽ നമുക്ക് ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ ഹോം IUI കിറ്റ് നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് പലതരത്തിലുള്ള കാറ്റഗറിയിൽ പ്രൊഡക്ട്സ് ഈ ഹോം IUI കിറ്റിൽ അവൈലബിൾ ആണ്. സാധാരണയായിട്ട് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആകുന്ന IUI കിറ്റിനകത്ത് പലതരത്തിലുള്ള ഐറ്റംസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. മെയിനായിട്ട് ഒരു IUI ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് സ്പേം കളക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ വേണം. ഇതിൽ ഇജാക്കുലേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് എത്തുന്ന സെമൻ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലതായിട്ടുള്ള ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ യൂസ് ചെയ്യുന്നത് കേട്ടോ. രണ്ടാമതായിട്ട് നമുക്ക് ഒരു സിറിഞ്ച് വേണം. അത് നമുക്ക് നീഡിലില്ലാത്ത തരത്തിലുള്ള ചെറുതായിട്ടുള്ളൊരു സിറിഞ്ചാണ് രണ്ടാമതായിട്ട് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഒരു IUI കാനുല നമുക്ക് വേണം. അതായത് ഒരു കാത്തീറ്റർ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ അത്.
ഈ ഒരു കത്തീറ്റർ വെച്ചിട്ടാണ് അതിനകത്തേക്ക് അകത്തേക്ക് ഇത് ഇൻസേർട്ട് ചെയ്ത് വിടുന്നത് കേട്ടോ. നോർമലി ഉണ്ടാകുന്ന ഒരു IUI സെറ്റിൽ ഇത്രയൊക്കെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ വേറൊരു സെറ്റ് ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെക്കുലോ ഉണ്ട്. ഈ സ്പെക്കുലോ എന്ന് പറയുന്നത് നിങ്ങൾ പലരും തന്നെ IUI ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുന്ന സമയത്തൊക്കെ ഡോക്ടേഴ്സ് ചിലപ്പോൾ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടാകും. ഫോളിക്കുലർ സ്റ്റഡിക്ക് അങ്ങനെ വേണ്ടി വന്നിട്ടില്ല. പക്ഷേ IUI ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ചെയ്തവർക്ക് ചിലപ്പോൾ ഒരു പരിചയം ഉണ്ടാകും. നമ്മൾ ഇത് ആ ഒരു വജേനയുടെ ഇൻസേർട്ടിനെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഒരു ഇൻസേർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവിടെ പിടിച്ച് നമ്മളൊന്ന് പയ്യെ ഒന്ന് ഡൗൺവേർഡ് ആക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു താഴെയുള്ള ഭാഗം ഒന്ന് വികസിച്ച് ഡോക്ടേഴ്സിനൊന്ന് കാണാനായിട്ട്, സെർവിക്സ് ഒന്ന് കാണാനായിട്ട് പറ്റും, നമ്മുടെ വജൈന ഒന്ന് എക്സ്പാൻഡ് ആയിട്ട്. അതിന് യൂസ് ചെയ്യുന്നതാണ് ഈ സ്പെക്കുലോ എന്ന് പറയുന്നത് കേട്ടോ. അത് നമുക്ക് യൂസ് ചെയ്യണമെന്നില്ല. യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്പെക്കുലം ഓൺലൈനായിട്ട് മേടിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഓവുലേഷനൊക്കെ കൃത്യമായിട്ട് ഉണ്ടാകുന്നുണ്ട്, ഡിസ്ചാർജ് ഒക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ട്, ഏകദേശം ഓവുലേഷൻ ആകുന്ന ടെസ്റ്റ് കിറ്റ് വെച്ചിട്ട് നമ്മൾ മസ്റ്റായിട്ട് ഈ ഒരു ദിവസം നമുക്ക് ഓവുലേഷൻ ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഹസ്ബൻഡ് ഇജാക്കുലേഷൻ നടത്തി തരുന്ന സെമൻ എടുത്തിട്ട് നമ്മളൊരു കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം. അതിനുശേഷം നമ്മൾ ആ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, നീഡിലില്ലാതെ നമുക്ക് കിട്ടുന്ന ആ ഒരു സിറിഞ്ച് നമ്മൾ എടുക്കുക. ആ സിറിഞ്ചിലോട്ട് പയ്യെ ഈ ഒരു പാത്രം പയ്യെ ഒന്ന് ചരിച്ചിട്ട് ആ സിറിഞ്ചിനായിട്ട് ഫുള്ളായിട്ട് ഈ ഒരു സെമൻ അകത്തേക്ക് കയറ്റുക. അതിനുശേഷം ആ ഒരു കാത്തീറ്റർ ഉണ്ടല്ലോ, അത് നമുക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് IUI ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ആ ഒരു ഡിവൈസ്, ഇത് ഭയങ്കര സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരിക്കും. അത് എവിടെയെങ്കിലും ഇത് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കങ്ങനെ വേദനയോ ബുദ്ധിമുട്ടോ അങ്ങനെ മുറിവോ അങ്ങനെ ഒന്നും ഇല്ലാത്ത തരത്തിലുള്ളതാണ് ഈ കാത്തീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളപ്പോൾ ഈ സിറിഞ്ചിൽ എടുത്തിട്ടുള്ള ഈ സെമൻ ഈ സിറിഞ്ചും അതുപോലെ ഈ കാത്തീറ്ററും തമ്മിലൊന്ന് ഇൻസേർട്ട് ആക്കി വെക്കുക. യൂസർ മാനുവലൊക്കെ അതിനകത്ത് ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുന്നത്, ഒരു പേനയ്ക്ക് നമ്മൾ മൂടിയിട്ട് വെക്കില്ലേ, അതുപോലെ ഇതൊന്ന് ലോക്ക് ചെയ്ത് വെക്കണം, അത്രയേ ഉള്ളൂ. അതിനുശേഷം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിൽ നമ്മൾ കിടക്കുക. നമുക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റില്ല. അത് നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കണം. ഹസ്ബൻഡിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ നിങ്ങൾ കിടന്നതിന് ശേഷം നിങ്ങളുടെ 2 കാലും ബെഡിൽ ഇങ്ങനെ കുത്തി വയ്ക്കുക. മാക്സിമം നമ്മൾ ആ ഒരു ഇടുപ്പിന് ഭാഗത്തായിട്ട് പില്ലോ വെച്ചിട്ട് മാക്സിമം നമ്മളൊന്ന് സ്ട്രെച്ചാക്കി വെക്കാനായിട്ട് നോക്കുക. ഈ കാലൊന്ന് വലിച്ച് നമ്മൾ വെക്കാനായിട്ട് നോക്കുക. അതിനുശേഷം പയ്യെ നമ്മുടെ ആ ഒരു വജൈനൽ ഹോളിൽ കൂടി നമുക്കിത് ഇൻസേർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരിക്കലും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല ഇത്. നമ്മൾ സാധാരണയായിട്ട് ആ ഒരു ഹോള് നമുക്ക് ഉണ്ടാവില്ല, ആ ഹോളിൽ കൂടി കടന്നു പോകാനും ഭാഗത്തിന് മാത്രമേ ഈ ഒരു കാത്തീറ്റർ ഉള്ളൂ. എവിടെയെങ്കിലും ഒന്ന് തട്ടിയാൽ പോലും നമുക്കൊരു മുറിവോ പോറലോ അങ്ങനെയൊന്നും ഈ കാത്തീറ്ററിൽ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അതിലോട്ട് പയ്യെ ഇൻസേർട്ട് ചെയ്ത് വെക്കുക. ഒരു 17 സെൻറ്റിമീറ്ററിൻ്റെയൊക്കെ ആയിരിക്കും ഈ ഒരു കത്തീറ്റർ എന്ന് പറയുന്നത്. അത് ഏകദേശം ഒന്ന് എൻഡ് എത്തുന്ന ഒരു സമയത്ത് നമുക്ക് മനസ്സിലാകും, ഹസ്ബൻഡിനെ ഫീൽ ചെയ്യുന്നത്. ആ ഹസ്ബൻഡ് അത് മനസ്സിലാകും, നമുക്കത് ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും കേട്ടോ. അതിനുശേഷം പയ്യെ ഈ സെമൻ അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. ഒറ്റയടിക്ക് ഫുള്ളായിട്ട് പുഷ് ചെയ്ത് കളയുന്നതിനേക്കാളും പയ്യെ ആ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന രീതിക്ക് പയ്യെ ആ ഒരു സിറിഞ്ച് അങ്ങോട്ട് കയറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ്സ് വരെ ആ ഒരു പൊസിഷനിൽ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിടക്കാവുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേക്കുന്ന സമയത്ത് കുറച്ച് നമുക്ക് പുറത്തേക്ക് വന്നാലും പ്രശ്നമൊന്നുമില്ല. ഏകദേശം യൂട്രസിൻ്റെ ക്യാവിറ്റിയുടെ അകത്തോട്ട് നമ്മൾ കടത്തി വിട്ടിട്ടുണ്ട്. എല്ലാം അകത്തേക്ക് പോയത് കൊണ്ട് അതിലും വളരെയധികം ക്വാളിറ്റി കുറഞ്ഞത് മാത്രമേ പുറത്തേക്ക് ഇറങ്ങി പോവുള്ളൂ. അതുകൊണ്ട് ആ പോകുന്നതിനെ പറ്റി ആലോചിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ആ പോകുന്നത് ആ സെമന് ചുറ്റുമുള്ള ആ ഒരു ലിക്വിഡ് ആയിരിക്കും ചിലപ്പോൾ പോകുന്നത് കേട്ടോ. അങ്ങനെ ആ ഒരു പ്രോസസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂട്രസിൻ്റെ ക്യാവിറ്റിയുടെ അകത്തേക്ക് ഇത് ഇൻസേർട്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ പില്ലോ വെക്കണം, 15 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് എടുക്കണം. അത് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസിൽ കൂടി റെസ്റ്റ് എടുത്താലും നമുക്ക് അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലോട്ട് പ്രവേശിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. സാധാരണയായിട്ട് ഈ ഒരു IUI കിറ്റ് മേടിക്കുമ്പോഴേക്കും നമുക്ക് 3-4 സെറ്റ് സിറിഞ്ചോ അതുപോലെ കാത്തീറ്ററും നമുക്ക് ചിലപ്പോൾ ഉണ്ടാകും. അതിനനുസരിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഒരു സൈക്കിളിൽ തന്നെ 3 തവണ യൂസ് ചെയ്യണമെന്നുള്ളവർ 3 തവണ ഇൻസേർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നോർമലി ആ ഹസ്ബൻഡിന് ഇപ്പോൾ എന്തെങ്കിലും ഇജാക്കുലേഷന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെയിൻഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ഇത്. ഒരുപാട് ഡോക്ടേഴ്സ് ഈ ഒരു പ്രോസസ്സ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്നും പറഞ്ഞ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡോക്ടേഴ്സ് ഈ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു സബ്ജക്റ്റ് സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു രീതിക്ക് നിങ്ങളിത് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഈ ഒരു എക്സസൈസ് നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്കിപ്പോൾ സെർവിക്സ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ്സ് മാലാസന എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് റിലാക്സ് ആക്കിയിട്ട് നിങ്ങൾ കിടക്കാനായിട്ട് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നത് ഉള്ളൂ കേട്ടോ.
പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ബൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. അത് നിങ്ങൾ നോക്കിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.